ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 303. നമ്മൾ 60ാമത്തെ ഉപനിഷത്തായിട്ട് ശ്വേതാശ്വതരോപനിഷത്താണ് നോക്കുന്നത്. അതിൽ അധ്യായം 4 8ാമത്തെ മന്ത്രമാണ്. ഇത് വളരെ വിസ്തരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രപഞ്ച രഹസ്യം, യഥാർത്ഥമായി ജ്ഞാനം എന്താണ്, ആ ജ്ഞാനത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നത് നോക്കാം. ഈ പരമേശ്വരൻ്റെ ആകാശരൂപമാകുന്ന പരമധാമത്തിൽ സമസ്ത ദേവഗണങ്ങളും ദേവഗണങ്ങളായ അദ്ദേഹത്തിൻ്റെ പാർശ്വതന്മാർ അദ്ദേഹത്തെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പരമേശ്വരൻ്റെ ആകാശരൂപം, ഈ പരമേശ്വരൻ്റെ രൂപമാണ് ആകാശം. പഞ്ചഭൂതങ്ങളിൽ ആകാശം. ആകാശം എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമി, സ്വർഗം, ഭൂമിക്ക് മുകളിലുള്ളത് പാതാളം. ഈ ഭൂമിക്ക് മുകളിലുള്ളതാണ് ആകാശമായിട്ട് നമ്മൾ ജനറലായിട്ട് പറയുന്നത്. അപ്പം ആകാശത്തിൽ എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആകാശത്തിലുള്ളത് കുറേ ഗോളങ്ങളാണ്. പ്രപഞ്ചം എന്നത് കുറേ ഗോളങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. ഭൂമി ഒരു ഗോളമാണ്. ഈ ഭൂമിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള മനുഷ്യരും ചെടികളും എല്ലാം വളരെ നിസ്സാരമാണ്, കാണാൻ പോലും പറ്റില്ല. ഉദാഹരണമായിട്ട് ചന്ദ്രൻ ഒരു ചെറിയ ഗോളമാണ്, ഭൂമിയെക്കാട്ടി എത്രയോ ചെറുതാണ്. ആ ചന്ദ്രനിൽ ഒരു മനുഷ്യനുണ്ട് എന്ന് വെച്ചോളൂ, നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വല്ല മരങ്ങളെല്ലാം ഉണ്ടെന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് കാണുന്നുണ്ട്. നമ്മൾ ഗോളമേ കാണുന്നുള്ളൂ. അതിൻ്റെ അടുത്ത് പോകുമ്പോഴാണ് ഇത് കാണുന്നത്. അതുപോലെ തന്നെയാണ് ഭൂമിയുടെ അവസ്ഥയും. ഭൂമിയിലെ മനുഷ്യരൊന്നും എന്നെല്ലാം പറയുന്ന ഒന്നുമല്ല. പ്രപഞ്ചം എന്ന് പറയുന്നത് കുറേ ഗോളങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് ആകാശം എന്ന് പറയുന്നത്. ആകാശത്തിൽ കുറേ ഗോളങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ ചുറ്റുന്നു. അതിൽപ്പെടുന്ന ഒരു ഗോളം മാത്രമാണ് നമ്മളെ ഭൂമി. ആ ഭൂമിയായിട്ട് അത് കാണാം. ഇപ്പം സൗരയൂഥ സിസ്റ്റം കുട്ടികൾ ക്ലാസ്സിൽ വരക്കുമ്പോൾ സൂര്യൻ വരക്കും, ഇങ്ങനെ ഭൂമി എന്നെല്ലാം വരുന്ന ഒരു വട്ടവും വരച്ച അത്രയുള്ള ഭൂമി. അതിൽ മനുഷ്യരെവിടെ? ഒന്നുമില്ല. അപ്പം ഇതെല്ലാം കൂടി ആ സിസ്റ്റത്തെയാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പോൾ ആകാശം കുറേ ഗോളങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആകാശരൂപമാകുന്ന പരമധാമത്തിൽ പിന്നെന്തുണ്ട്? സമസ്ത ദേവഗണങ്ങളും അദ്ദേഹത്തിൻ്റെ പാർശ്വതന്മാരാണ്. അതിലുള്ള ദേവഗണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ദേവതകൾ എന്ന് പറയാണ്. പ്രപഞ്ചം മുഴുവൻ ഗോളങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണെങ്കിൽ അവിടെ ഗോളങ്ങളാണ് ദേവഗണങ്ങൾ. ആ ദേവഗണങ്ങൾ, ഗോളങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. ഗോളങ്ങൾ ചലിക്കുന്നതനുസരിച്ച് അതിലുള്ള ജീവജാലങ്ങളും ഭൂമിയിലുള്ള ജീവജാലങ്ങളും ഓരോ കർമ്മങ്ങളിൽ ഏർപ്പെട്ട് ജീവിച്ചു കൊണ്ടുപോവുകയാണ്. നമ്മളത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന ഭൂമിയിലുള്ള നമ്മൾ എന്തെല്ലോ ആണെന്ന്. നമ്മളൊന്നുമല്ല ഈ പ്രപഞ്ചത്തിൽ. ആകാശമാകുന്നു. ആകാശത്തിൽ കുറേ ഗോളങ്ങളുണ്ട്. അതാണ് ദേവതകൾ. ആ ബുധൻ, ശുക്രൻ എന്നെല്ലാം പറയുന്നത് അങ്ങനെ 30 കോടി ദേവതകൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് പറയുന്നത് ഭൂരിപക്ഷവും ഗോളങ്ങളെല്ലാം തന്നെയാണ്. അതിലുള്ള ചെറിയ ദേവതകളാണ് മനുഷ്യരും അത് ഇതുമല്ല എല്ലാം. അപ്പം ഇവരാണ്, ഈ ഗോളങ്ങളാണ് പാർശ്വതന്മാരാണ്. എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. ആരെ? പരബ്രഹ്മം. ആ പരബ്രഹ്മമാണ് പ്രപഞ്ചമുണ്ടാക്കിയിരിക്കുന്നത്. ആ പ്രപഞ്ചത്തിൽ ഒരു ചെറിയ ഭൂമിയുണ്ട്. ഭൂമിയിൽ കുറേ ജീവജാലങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ കുറേ പുരോഗതിയെല്ലാം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന പുരോഗതിയെല്ലാം അതിലൂടെ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
മനുഷ്യരുണ്ടാകുന്നു, ജനിക്കുന്നു, കർമ്മം ചെയ്യുന്നു, മരിക്കുന്നു, പിന്നെ ഭൂമി തന്നെ ഇല്ലാതാകുന്നു, പിന്നെ ആദ്യം ഉണ്ടാകുന്നു, അങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അതെല്ലാം തീരുമാനിക്കുന്നത് ആകാശത്തിലെ ഗോളങ്ങളാണ്. അതാണ് ദേവതകൾ. ആ ദേവതകൾ അദ്ദേഹത്തിൻ്റെ പാർഷദന്മാരാണ്. അവരാണ് അദ്ദേഹത്തെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ സമസ്ത വേദങ്ങളും പാർഷദന്മാരുടെ രൂപത്തിൽ ഭഗവാനെ സേവിക്കുന്നു. അവിടെ തന്നെയാണ് സമസ്ത വേദങ്ങളും. സമസ്ത വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്, അറിവാണ്, ശാസ്ത്രമാണ്, സയൻസാണ്. എല്ലാ സയൻസും അതിലാണ് കിടക്കുന്നത്. അതും അതിൻ്റെ പാർഷദന്മാരാണ്. അതായത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു വലിയ സയൻസ് ഉണ്ട്. ആ സയൻസിനാണ് ചെറിയ രൂപത്തിൽ ജ്യോതിഷത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ജ്യോതിഷത്തിലെ ആ ഗ്രഹങ്ങളുടെ എല്ലാം ചലനമനുസരിച്ചാണ് പ്രപഞ്ചത്തിലെ ഈ നമ്മുടെ നിസ്സാരന്മാരായ നമ്മുടെ ജീവിതം അതിനനുസരിച്ചാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും വേദങ്ങളിൽ പ്രപഞ്ചത്തിൻ്റെ ഘടന എന്താണ്, പ്രപഞ്ചം എന്താണ്, ഏതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്, അതെല്ലാം വേദങ്ങൾ, ആ ശാസ്ത്രം, പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള സയൻസ് മുഴുവൻ അദ്ദേഹത്തിൻ്റെ പാർഷദന്മാരാണ്. അത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞെടുക്കുകയാണ് ജ്ഞാനം. ആ ജ്ഞാനത്തിലൂടെയാണ് അവരും സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സയൻസിലൂടെയാണ് ഈ ലോകം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ, ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗോളങ്ങൾ ചലിക്കുന്നതും. അതിനനുസരിച്ച് ഈ ലോകത്തിൻ്റെ മുന്നോട്ടേക്കുള്ള പോക്ക് സമയത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ആ പരമാത്മാവ് ഗോളങ്ങളുടെ കറക്കവുമായിട്ട് ബന്ധപ്പെട്ട സമയവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അതാണ് കാലചക്രം എന്ന് പറയുന്നത്. അതിൽ കിടന്ന് ഉഴലുന്നവരാണ് നമ്മൾ. അല്ലാതെ നമുക്ക് നമ്മുടേതായ ഒരു അസ്തിത്വം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അസ്തിത്വമുണ്ട് എപ്പോൾ നമ്മൾ ആ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ. അപ്പോൾ നമ്മൾ തന്നെയാണ് പ്രപഞ്ചം, നമ്മൾ തന്നെയാണ് ബ്രഹ്മം. ആ ബ്രഹ്മമാണ് ഇതെല്ലാമായി മാറിയത്. അതാണ് നാം എന്ന് പറയുമ്പോഴേ നമുക്ക് ആ അസ്തിത്വം വരുന്നുള്ളൂ. അത് ബ്രഹ്മം എന്ന അസ്തിത്വം. അല്ലെങ്കിൽ നമ്മളെന്നും ഒന്നുമില്ല. അത് കാട്ടിക്കൂട്ടുന്നതനുസരിച്ച് നമ്മൾ പോകുന്നു. ഈ സത്യം ജ്ഞാനം മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ ജ്ഞാനം. യാതൊരുവൻ ഈ തത്വം അറിയുന്നില്ലയോ, ഈ സത്വം മനസ്സിലാക്കാതെ ആകാശത്തിലെ ഗോളങ്ങൾ, പ്രപഞ്ചം മുഴുവൻ ഗോളങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്. അതെല്ലാം ആ ഈശ്വരൻ്റെ പാർശ്വവർത്തികളാണ്. അവർക്ക് വേണ്ടി സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചലനമനുസരിച്ചാണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത്. അതിവിടെ തീരുമാനിച്ചിട്ടുണ്ട് 4 യുഗങ്ങളിലൂടെ: കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇങ്ങനെ ഒരു സുന്ദരമായ ലോകം അവസാനം ഉണ്ടാക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ കർമ്മത്തിൽ പങ്കെടുക്കാനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളെ സൃഷ്ടിക്കുക എന്ന് പറയുമ്പോഴും ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദ്വയമായിട്ട് സൃഷ്ടിക്കുമ്പോൾ ഭരണപക്ഷമുണ്ട്, പ്രതിപക്ഷം ഉണ്ടാവും. ഭരണപക്ഷം ഉണ്ടെങ്കിൽ പ്രതിപക്ഷം ഉണ്ടാവും, വെളുപ്പുണ്ടെങ്കിൽ കറുപ്പുണ്ടാവും. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ ഭരണപക്ഷവും അതിനെ എതിർക്കുന്ന പ്രതിപക്ഷവും ഉണ്ടാവും. ഉദാഹരണമായിട്ട് കൃതയുഗം എന്ന് പറയുന്നത് ഗോത്ര കാലഘട്ടമാണ്. അന്ന് അടിമ വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതിയിലൂടെയാണ് ലോകം പുരോഗമിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു ഘട്ടം കെട്ടുമ്പോൾ അത് പറ്റില്ല എന്ന് കണ്ടുകൊണ്ട് അപ്പോഴുള്ള പ്രതിപക്ഷമാണ് എതിർപ്പായിട്ട് വരുന്നത്. അങ്ങനെയാണ് 1-ാം ലോകമഹായുദ്ധത്തിലൂടെ ഗോത്ര കാലഘട്ടം അല്ലെങ്കിൽ കൃതയുഗം അവസാനിച്ചിരിക്കുന്നത്. അതിലൂടെയാണ് പരശുരാമ കഥയായിട്ട് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തത് വിദേശികൾ വന്നു കയറുന്നതാണ് കൊളോണിയലിസം. ഇതെല്ലാം നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നതാണ്. വിദേശികൾ വരുന്നു, അതിനെക്കൊണ്ട് ലോകം പുരോഗമിക്കുന്നുണ്ട്. അവരുടെ വിദ്യാഭ്യാസം വരുന്നുണ്ട്. ലോകം മുഴുവൻ ഏകദേശം ഒന്നായി മാറുന്നുണ്ട്. ഇവിടെയുള്ളവർ അവിടെ വരുന്നു, അവിടെയുള്ളവർ ഇവിടെ വരുന്നു. അങ്ങനെ ശാസ്ത്രങ്ങൾ കൈമാറുന്നു, പുരോഗതി ഉണ്ടാകുന്നു. പക്ഷേ ലോകത്തെ അടിമ വ്യവസ്ഥിതിയിലേക്ക്, വിദേശികളുടെ ആധിപത്യത്തിലേക്ക് വന്നപ്പോൾ അത്
തച്ചുടച്ചതാണ് രണ്ടാം ലോകമഹായുദ്ധം. പുരാണ കഥകളില് വിദേശി എന്നതിന് രാവണൻ, നമ്മളെ അടുത്തുള്ള വിദേശി രാവണനാണ്. അപ്പൊ രാവണൻ എന്നൊരു കഥാപാത്രത്തിലൂടെ അത് ചിത്രീകരിച്ചു. അതാണ് രാമരാവണ യുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുതലാളിത്തത്തിലേക്കും സോഷ്യലിസത്തിലേക്കുമെല്ലാം ഉള്ള ഒരു വ്യവസ്ഥയിലേക്ക് പോയി. ലോകം രണ്ടായി തിരിഞ്ഞു. അതുകൊണ്ട് തന്നെ പുരാണ കഥകളിലും രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒന്ന് കൃഷ്ണന്റെ കാല രാജ്യം, മറ്റേത് ദുര്യോധനാദികളുടെ രാജ്യം, ചൂതുകളിയിലേർപ്പെട്ട രാജ്യം. ലോകം രണ്ടായിട്ടും തിരിഞ്ഞിട്ടുണ്ട്. വാർസാ രാഷ്ട്രങ്ങളും നാറ്റോ രാഷ്ട്രങ്ങളും ഇങ്ങനെയാണ് പ്ലാൻ ചെയ്ത് പോയിരിക്കുന്നത്. ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോകുമ്പോൾ ആ ഇതിലൂട്ടിയും ലോകം പുരോഗമിക്കുന്നുണ്ട്. മുതലാളിത്ത രാഷ്ട്രങ്ങളിലും പുരോഗതിയുണ്ട്, സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളിലും പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ലോകം പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഉച്ചനീചത്വങ്ങൾ, ചൂഷണം, എണ്ണ ചൂഷണം, പലതരം ചൂഷണം, ഒരു രാജ്യത്തെ കീഴടക്കുക, ഇതെല്ലാമാണ് പരിപാടി. അപ്പം അത് ദൂഷിക്കുമ്പോൾ അതിലെല്ലാം ഉണ്ട്. ജാതിയുണ്ട്, മതങ്ങളെല്ലാം ഉണ്ട്. ഒരു ഈശ്വരൻ എങ്ങനെയാണ് മനുഷ്യരെങ്ങനെയാണ് പല മതങ്ങളായിട്ട് മാറുക? എല്ലാം ഈശ്വരൻ്റെ പേരിലാണ് പലതായി തരംതിരിക്കുന്നത്. എന്തുകൊണ്ടാണത്? അത് അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ്. അല്ലാതെ ഇവിടെ സൂര്യൻ ഒന്നേ ഉള്ളൂ, പ്രപഞ്ചം ഒന്നേ ഉള്ളൂ, അത് സൃഷ്ടിച്ച ഈശ്വരന് ഒന്നേ ഉള്ളൂ. ഇത് മനസ്സിലാക്കാതെ പലവരും പലതായിട്ട് അടക്കുകയാണ്. അതിൽ തന്നെ എഴുതി പഠിപ്പിച്ചിരിക്കുന്ന ആ ഈശ്വരൻ്റെ ആൾക്കാരാണ് നമ്മൾ, മറ്റവരൊന്നും ഈശ്വരൻ്റെ ആൾക്കാരല്ല. എന്ത് മണ്ടത്തരമാണ് ഇതെല്ലാം കള്ള ചൂതുകളിയുടെ ഭാഗമാണ്. ചൂതുകളിയുടെ ഭാഗമായിട്ടാണ് ലോകം രണ്ടായി തിരിഞ്ഞിരിക്കുന്നത്. ആ യുദ്ധമാണ് മൂന്നാം ലോകമഹായുദ്ധം, അല്ലെങ്കിൽ മഹാഭാരത യുദ്ധം. കഥയിൽ ചൂതുകളിക്കെതിരായിട്ട് അപ്പുറത്തെ ഭാഗത്തെ ആൾക്കാരാണ് ഇപ്പുറത്തേക്ക്, കൃഷ്ണൻ അപ്പുറത്തെ ഭാഗത്തുനിന്ന് ഇപ്പുറം ചൂതുകളിയുടെ ഭാഗത്തേക്ക് വന്നിട്ട്. അതുപോലെ തന്നെ ഇവിടെ പുട്ടിനുമെല്ലാം അവരുടെ കാര്യം നോക്കി നടന്നവരാണ്. പിന്നെ അവര് ഇപ്പുറത്തേക്ക് ഇടവങ്ങി വന്നിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം പ്ലാൻ അനുസരിച്ചാണ് പോകുന്നത്. അപ്പൊ നമ്മളെല്ലാം ഇതിൻ്റെ അകത്ത് വെറും കരുക്കൾ മാത്രമാണ്. ആ ഗ്രഹങ്ങളുടെ ചലനമനുസരിച്ചാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമുക്കൊന്നും ഇതിൻ്റെ അകത്ത് ഒരു റോളും ഇല്ല. നമ്മളിപ്പോൾ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമുക്കൊന്നും ഇതിലൊരു റോളുമില്ല കാര്യമായിട്ട്. അവർ ആ കാലം തീരുമാനിച്ചതിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണമായിട്ട് നമ്മൾ നോക്കുക, കേരളത്തിലെ കാര്യം തന്നെ. ഈ ഇലക്ഷൻ്റെ എടുത്താൽ വേറെ എവിടെയും പോട്ടെ, കേരളത്തിലെ എല്ലായിടത്തും വിട്ടെ. വയനാട്ടിലെ കാര്യം എടുത്തു നോക്കൂ. വയനാട്ടിൽ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന അവർക്ക്, ആ ദുരിതാശ്വാസത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്നവർക്ക് ഒരു വലിയ ടൗൺഷിപ്പ് വേറെ ലോകത്തിൽ എവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും? ഉണ്ടാകും, നമുക്കറിയാതെ ചിലയിടത്തുണ്ടാവും. പക്ഷെ എന്നാലും മറ്റുള്ളിടത്തൊന്നും ഇത് കാണാനില്ല. ഇങ്ങനെ ഒരു ടൗൺഷിപ്പെല്ലായിട്ട്, അതും ഈ കൊച്ചു കേരളത്തിൽ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുക എന്താ? വയനാട്ടിലെങ്കിലും ഇത് ചെയ്തവർക്ക് കുറച്ച് 10 വോട്ട് അധികം കിട്ടുന്നതാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ജനം തന്നെ നെട്ടിയതാണ്. ഒന്നുമില്ല, ഒരു 10 വോട്ടെങ്കിലും കൂടണം. അതിനു പകരം എന്താ സംഭവിച്ചത്? മറുപക്ഷത്തിരിക്കുന്ന പാർട്ടിക്ക് ഭൂരിപക്ഷം കൂടി. ഇവർ ഈ ചെയ്തതെല്ലാം പട്ടപ്പൂച്ചയാണ്. അപ്പൊ ആരാണ് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത്? ഈ മനുഷ്യരെയെല്ലാം, ജനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന ആരാണ്? കാലമാകുന്നു. അതുകൊണ്ടാണ് കുരുക്ഷേത്രത്തിൽ വരച്ച് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത്, നീ ആരിതെല്ലാം തീരുമാനിക്കാൻ? നീ നിന്റെ കർമ്മം ചെയ്യുക, ഫലം ചിലപ്പോൾ നല്ലത് കിട്ടും, അല്ലെങ്കിൽ നേരെ തിരിച്ചു കിട്ടും. അതുകൊണ്ട് നീ അതിലേക്കൊന്നും തലയിടണ്ട. നീ നിന്റെ ചെയ്തു കൊള്ളുക. നീ ആര് തീരുമാനിക്കാൻ ഞാനും ജയിച്ചേക്കും മറ്റേതാക്കുന്നു? നീ ഒന്നുമല്ല. നീ ചെയ്യേണ്ടത് നീ ചെയ്യുക, ഫലത്തെപ്പറ്റി ഇച്ഛിക്കേണ്ടതില്ല.
അപ്പോൾ ഓരോ ആൾക്കാരെ കൊണ്ടും ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ആ ശക്തിവിശേഷമാണ്. ആ ശക്തിവിശേഷത്തിന് നല്ല ലക്ഷ്യമുണ്ട്. അത് ലോക്കൽ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ലോകമഹായുദ്ധത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. ഇനിയുള്ള നാളുകൾ വളരെ കഷ്ടപ്പെട്ടതാണ്. മഹാഭാരത യുദ്ധത്തിൽ നിന്ന് ആർക്കും മാറി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരാൾക്കും മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ ആൾക്കും അവരുടേതായ റോള് അഭിനയിച്ച് തീർത്തേ പറ്റൂ. ലോകം ഇന്ന് പുടിൻ്റെയും ട്രംപിൻ്റെയും നിലയിൽ രണ്ടായി തിരിഞ്ഞുകൊണ്ട് ഭയങ്കര ഏറ്റുമുട്ടലിൻ്റെ നിലയിലാണ്. അവിടെ നടക്കുന്ന ചെറിയ സംഭവങ്ങൾ പോലും നമ്മുടെ വീട്ടിലെ അടുക്കള പോലും സ്വാധീനിക്കുന്നുണ്ട്. നമുക്കറിയാലോ, ഇപ്പം ഗ്യാസൊന്നും ഇല്ലാതെ എന്താ അവസ്ഥ. ഇവിടെ യുദ്ധം നടന്നു. അപ്പം നമ്മൾ ലോകത്തിൻ്റെ മാറ്റങ്ങൾ വരുത്തുന്നത് നമ്മളല്ല. കേരളത്തിലുള്ളവർ ഇലക്ഷനിൽ നിന്ന് ജയിച്ചത് കൊണ്ടോ, എലക്ഷൻ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ ജയിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു വില്ലേജിൽ ജയിച്ചത് കൊണ്ടോ, ഒരു സൊസൈറ്റിയിൽ ജയിച്ചത് കൊണ്ടോ, ഈവൻ കേരളത്തിൽ ജയിച്ചത് കൊണ്ടോ, ഇന്ത്യയിൽ തന്നെ ജയിച്ചത് കൊണ്ടോ, ഒരു പാർട്ടി ജയിച്ചത് കൊണ്ടോ അതൊന്നുമല്ല ലോകചരിത്രം മാറ്റിയെഴുതുന്നത്. ലോകചരിത്രം മാറ്റിയെഴുതുന്നത് ഒന്നാം ലോകമഹായുദ്ധത്തിലൂടെയാണ്. ആ ഗോത്ര കാലഘട്ടത്തെ തച്ചുടച്ച് മുതലാളിത്ത വ്യവസ്ഥിതിയിലേക്ക് കൃതയുഗം കഴിഞ്ഞ് ദ്വാപരയുഗത്തിലേക്ക് കൊണ്ടുപോയത് ലോകമഹായുദ്ധത്തിലൂടെയാണ്. രണ്ടാമത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. രണ്ടാം ലോകമഹായുദ്ധത്തിലൂടെയാണ് കൊളോണിയലിസത്തെ തച്ചുടച്ചത്. അത് ലോകം മുഴുവൻ നടന്ന ഒരു സംഭവവികാസമാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലുള്ള കാര്യമല്ല. എന്നിട്ടാണ് എവിടത്തേക്ക് എത്തിയ മുതലാളിത്തത്തിലെ അമേരിക്കൻ സിസ്റ്റത്തിലേക്കും റഷ്യൻ സിസ്റ്റത്തിലേക്കെല്ലാം ലോകം പോയത്. അതിനനുസരിച്ച് എല്ലാവരും മാറ്റം പറ്റി. അപ്പോൾ ഇനിയുള്ള മാറ്റവും ലോകത്തിലൂടെയാണ് സംഭവിക്കുന്നത്. ഇത് മൂന്നാം ലോകമഹായുദ്ധത്തിലൂടെയാണ് സംഭവിക്കുന്നത്. അല്ലാതെ ഇവിടെ പഞ്ചായത്തിൽ വെച്ചോ സ്റ്റേറ്റിലോ വെച്ചുള്ള കുറച്ച് നേതാക്കന്മാർ കാട്ടിക്കൂട്ടുന്നതല്ല. അവരും എല്ലാ ശക്തിക്കനുസരിച്ച് കർമ്മം ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന മൂന്നാം ലോകമഹായുദ്ധത്തിൽ ഇവിടുത്തെ ഭരണപക്ഷത്തിൽ ആരിയിരിക്കണം, ഇവിടെ പ്രതിപക്ഷത്ത് ആരിയിരിക്കണം എന്നത് തീരുമാനിച്ചിട്ടുണ്ട് ആ ശക്തിവിശേഷം. അതിനനുസരിച്ചാണ് ഇവിടെ വോട്ടിംഗ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് ഭരിക്കുന്നവര്, ഇതുവരെ ഭരിച്ചവര് പ്രതിപക്ഷത്തിലിരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ആ ശക്തിവിശേഷം തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്ത് അവരെത്തിയിരിക്കുന്നത്. കാരണം ഇന്ന് ലോകം ഒരു മാറ്റത്തിൻ്റെ അവസ്ഥയിലേക്കൊക്കെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്കറിയാലോ, അശ്വമേധയാഗം എന്നൊന്ന് നമ്മൾ കഥയിലെല്ലാം കേട്ടിട്ടുണ്ട്. എന്താണ് ഈ അശ്വമേധയാഗം? ഉദാഹരണമായിട്ട് ഒരു യുദ്ധത്തിൽ ഒരു രാജാവ് കുറെ പിടിച്ച് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഒരു കുതിരയെ, വെള്ളക്കുതിര എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ ദൂതനായിട്ട് എല്ലാ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അയക്കും. അപ്പൊ ഇതാണ് രണ്ട് വില്ലന്മാർ തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു കൂട്ടർ ജയിക്കുമ്പോഴാണ് പിന്നെ മറ്റുള്ള രാജാക്കന്മാരെല്ലാം പിന്നെ അങ്ങേർക്ക് ശരി നിങ്ങളെ പക്ഷത്ത് നമ്മളെന്ന് പറഞ്ഞുകൊണ്ട് ആ കുതിരയെ സ്വീകരിച്ചുകൊണ്ട് ആ പക്ഷത്തേക്ക് തിരിയും. തിരിയാതവരെ കീഴടക്കും. ഇത് തന്നെയാണ് ലോകം രണ്ടായി തിരിഞ്ഞിരുന്നു. ഗോത്ര കാലഘട്ടത്തിൽ നിന്ന് കൊളോണിയലിസത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വിഭാഗം അങ്ങോട്ട് പോയി. ഇപ്പം നമുക്കറിയാലോ, റഷ്യ, ചൈന, വാർസാ രാഷ്ട്രങ്ങളെല്ലാം അവരവരുടെ കാര്യം നോക്കിപ്പോയി. ഇപ്പം മുതലാളിത്തമായിരുന്നു. അപ്പം ലോകം കീഴടക്കിയിരിക്കുന്ന ആരുടേതാണ്? ഈ അമേരിക്കൻ പക്ഷമാണ്, നാറ്റോ പക്ഷത്താണ്. ഇപ്പോൾ പല രാജ്യങ്ങളും അവരുടെ വാക്ക് കേട്ട് നമ്മൾ ചെയ്തു കൊള്ളാമേ എന്ന് പറഞ്ഞുകൊണ്ട് അവരയച്ച വെള്ളക്കുതിരയെ ആദ്യം തന്നെ അങ്ങ് സ്വീകരിച്ചു. നമ്മളെ ഒന്നും ചെയ്യരുത്, നിങ്ങൾ പറയുന്ന വരെ അങ്ങ് ചെയ്തേക്കാം. ആരെങ്കിലും അതിനെ എതിർത്തിട്ടുണ്ടെങ്കിൽ യുദ്ധം ചെയ്തിട്ട് എതിർത്തവരെ ആരെയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറാഖിനെ തൊലച്ച് കൈമ കൊടുത്തിട്ടുണ്ട്.
ഈജിപ്ത്, അങ്ങനെ കുറേ രാഷ്ട്രങ്ങൾ, സിറിയ, ഇന്ത്യയിലെ അവസ്ഥയൊന്ന് നോക്കിയാൽ മതി. അടിച്ച് തുളച്ച് കൈമ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവരെയെല്ലാം അവരംഗീകരിച്ചിട്ടും അവർ നേരെ അങ്ങോട്ട് പോയിട്ട് നിങ്ങൾ എന്ത് പറയുന്നുണ്ടോ ചെയ്തു കൊടുക്കാം. അങ്ങനെ ആ ലോകക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിക്കുന്ന അനുസരിച്ച് തന്നെയാണ് ഇവിടെ നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും എല്ലാം നമ്മൾ അവർ പറയുന്ന അനുസരിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അശ്വമേധയാഗം. പക്ഷെ റഷ്യയിലേക്കും ഏറ്റുമുട്ടാനെല്ലാം നോക്കുന്നുണ്ട്, അവർ കുതിരനെ അയക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത് നടന്നില്ല. വിയറ്റ്നാമിലേക്കൊന്ന് പോയിരുന്നു, പക്ഷെ തോറ്റുപോയി. പക്ഷെ ആ കുതിരനെ അയക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കുറേ ഭാഗങ്ങളെ ചേർത്തിട്ടുണ്ട്. സൗദി അറേബ്യ പോലെയുള്ള രാഷ്ട്രങ്ങളെല്ലാം എങ്ങനെയാണ് അവർ, കാരണം മതം എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത്? ഇസ്രായേലിൻ്റെ പക്ഷത്ത്. എന്തുകൊണ്ട്? ആ വെള്ളക്കുതിരയെ അങ്ങ് സ്വീകരിച്ചു. ട്രംപ് അല്ലെ അമേരിക്ക വിട്ട വെള്ളക്കുതിരയെ, നാറ്റോ വിട്ട വെള്ളക്കുതിരയെ സ്വീകരിച്ചു. സ്വീകരിക്കാതെ വരെ പെരടിക്ക് കയറാൻ നോക്കിയിട്ടും ഉണ്ട്. പക്ഷേ ലോകത്തിൽ റഷ്യ, ചൈന ഇങ്ങനെയുള്ളവർക്കൊന്നും പ്രാധാന്യമില്ല. അവരവരുടെ കാര്യമായിട്ട് നോക്കിയാണ്. പക്ഷെ ഇപ്പോഴതല്ല. മൂന്നാം ലോകമഹായുദ്ധമാണ് നമ്മൾ നടക്കുന്നത്. അതാണ് മഹാഭാരത യുദ്ധം. മഹാഭാരത യുദ്ധത്തിന് ശേഷവും ഒരു അശ്വമേധയാഗം നടത്തുന്നുണ്ട്. അതായത് പുടിനും ട്രംപും തമ്മിൽ ഇനി യുദ്ധം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം നേരിട്ട് അത് പ്രത്യക്ഷത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ന്യൂക്ലിയർ ബോംബ് ഉള്ളത് കൊണ്ട് പ്രത്യക്ഷത്തിൽ നടക്കില്ല. അതുകൊണ്ട് ശിഖണ്ഡികളെ മുൻനിർത്തിക്കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്, കള്ളക്കളികളിലൂടെ. അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആ യുദ്ധത്തിന്റെ നടുവിലാണ് നമ്മളുള്ളത്. അപ്പൊ ഈ യുദ്ധത്തെ നയിക്കുന്ന കക്ഷിയാണ് കൃഷ്ണൻ. അത് കാലമാകുന്ന ഗോളങ്ങളുടെ ചലമനുസരിച്ചാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോഴങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. പുടിനാണ് ജയിക്കുന്നുണ്ടെങ്കിൽ നാളെ പുടിൻ അമേരിക്കയിലും കീഴടങ്ങി. ഒരു വെള്ളക്കുതിരയെ പുടിൻ അയക്കും. അപ്പം ഒന്നുകിൽ എല്ലാ രാഷ്ട്രങ്ങളും ശരി, പുടിൻ പറയുന്ന മാതിരി നമ്മൾ പോയിക്കോളാം, ആ ശൈലിയിലേക്ക് നമ്മൾ മാറിക്കൊള്ളാം എന്ന് പറഞ്ഞ് മാറേണ്ടി വരും. എല്ലാതവരെ കീഴടക്കുകയും ചെയ്യും. അതാണ് അശ്വമേധയാഗം. ഇപ്പൊ ലോകം മുഴുവൻ എവിടത്തേക്കാണ് പോകുന്നത്? ഒരു വസുദൈവ കുടുംബത്തിലേക്ക്. മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ ശേഷം ആ ഒരു കുടുംബത്തിലേക്കാണ് ലോകം പോകുന്നത്. ആ യുദ്ധത്തിൽ ഒരാൾക്കും മാറി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോക്ക് ഓരോ റോള് കൊടുക്കുന്നുണ്ട് ആ ശക്തി വിശേഷം. അതല്ല ആരെ പക്ഷത്ത് നിൽക്കണം എന്നല്ല, അത് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ സ്ഥാനത്ത് ആരിക്കണം, ആ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് കാലം ഇതെല്ലാം ചെയ്യുന്നത്. ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കാലം ചിലവരെ പ്രതിപക്ഷത്തേക്കും ഇരുത്തുന്നുണ്ട്, ചിലവരെ ഭരണപക്ഷത്തേക്കും എല്ലാം ഇരുത്തുന്നുണ്ട്. പക്ഷെ ഇത് തന്നെ ഒരു മഹാഭാരത യുദ്ധത്തിൽ, കാരണം ഈ മഹാഭാരത യുദ്ധം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇറാനുമായിട്ടുള്ള പ്രശ്നം തീർത്താലും പ്രശ്നം തീരാൻ പോകുന്നില്ല. കാരണം ലോകം രണ്ട് വ്യവസ്ഥിതികളുടെ ഒരു വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ മുതലാളിത്ത വ്യവസ്ഥിതി, നാറ്റോ രാഷ്ട്രങ്ങൾ. ഇപ്പം ചൈന മുതലാളിത്താണോ എന്ന് ചോദിച്ചാൽ മുതലാളിത്തം തന്നെയാണ്. പക്ഷേ ഇത് തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട്. മുതലാളിത്തമാരാണെങ്കിൽ പിന്നെ എന്തിനാ വൈരുദ്ധ്യം? എന്താണ് വൈരുദ്ധ്യം? ചൈനയും റഷ്യയും എണ്ണയും സാധനങ്ങളും വില കുറച്ച് വിറ്റിട്ട് ഇവരെ അടിക്കാൻ നടക്കുകയാണ്. ഇതിൻ്റെ ഫലമാണ് ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചത്? ലോകം മുഴുവൻ മാന്ദ്യത്തിലേക്ക് പോയി. കാരണം ഇവർക്കേ വില കുറിച്ചത് ഇവർ വിൽക്കുന്നിടത്തോളം കാലം ഇവരുടെ കച്ചവടമെല്ലാം കൂട്ടിപ്പോവുകയാണ്. അപ്പോൾ ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ഉണ്ടാകുന്നില്ല. ഇപ്പൊ ഇറാൻ അമേരിക്ക പിടിച്ചു എന്ന് തന്നെ വെച്ചോ. എന്താ വിചാരിക്കുന്നത്? ഇറാൻ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറേ എണ്ണ കിട്ടിയിരുന്നു.
ഇപ്പം വെനിൻസുലേനെ തന്നെ പിടിച്ചിട്ടുണ്ടല്ലോ, ഇഷ്ടംമാതിരി എണ്ണ കിട്ടിയിട്ടില്ലേ? അമേരിക്കയും പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ഇഷ്ടംമാതിരി എണ്ണയുണ്ട്, എന്താ ആരും വരാതെ? യൂറോപ്യൻ യൂണിയനും പോകുന്നില്ല, ഇന്ത്യ പോലും പോകുന്നില്ല, നിർബന്ധിച്ച് പിടിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണത്? എണ്ണ കിട്ടിയിട്ട് എന്താ കാര്യം? റഷ്യയും ചൈനയും വില കുറച്ച് വിൽക്കുന്ന മാതിരി തന്നെ കൊടുക്കണം, അവരുടെ ആൾ പോവുകയുള്ളൂ. അല്ലെങ്കിൽ വിലക്കയറ്റം നിൽക്കാൻ പറ്റില്ല. അമേരിക്കയിൽ നിന്ന് എണ്ണയും വാങ്ങിയിട്ട് യൂറോപ്യൻ യൂണിയനൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അത് വെനിൻസുല കീഴടക്കിയാലും ഇറാൻ കീഴടക്കിയാലും സംഭവിക്കുന്നത് എന്തായിരിക്കും? ഇറാൻ ഇപ്പം കുറച്ച് വില കുറച്ച് കൊടുക്കുന്നുണ്ട്, ആ വിലക്കും കിട്ടാൻ പോകുന്നില്ല. അപ്പം വില കൂട്ടിയ, പക്ഷേ അതുകൊണ്ട് കച്ചവടം നടക്കുമോ? അപ്പുറം കച്ചവടത്തിന് ഇരുന്നിരിക്കുകയാണ് റഷ്യയും ചൈനയും ചെറിയ വിലക്ക്. അതുകൊണ്ട് ഇപ്പോൾ ഇറാനെ തന്നെ പിടിച്ചാലും ലോകത്തിൻ്റെ പ്രശ്നം മാറുന്നില്ല. പ്രശ്നം മാറണ്ടെങ്കിൽ ഇറാൻ പിടിച്ചു, എല്ലാ എണ്ണ എൻ്റെ കൈമലാണ് എന്ന് അമേരിക്ക പറഞ്ഞാലും ഇന്ത്യക്കാരനെ അടക്കം വാങ്ങുന്നില്ല, അടിച്ചു പിടിപ്പിക്കണം. അല്ലാതെ ഇഷ്ടപ്പെട്ട് വാങ്ങൂല. യൂറോപ്യൻ യൂണിയൻ വാങ്ങാൻ നിൽക്കുന്നുണ്ട്. ട്രംപ് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എണ്ണക്കൊന്നും ക്ഷാമമുണ്ട്, അവിടെ ഇതുണ്ടല്ല, ഇറാൻ കൈയടക്കി വെച്ച ആ മുടുക്ക്, അതിലോട്ട് എണ്ണ വരുന്നില്ല. ദാരിദ്ര്യം അമേരിക്ക പറഞ്ഞിട്ട്, എന്തിന് ദാരിദ്ര്യം, ഇവിടെ ഇഷ്ടംമാരി എണ്ണ എൻ്റെ അടുത്തുണ്ട്, എൻ്റെ അടുത്ത് പോകാൻ ഞാൻ തരാമെന്ന്. കാരണം വെനിസുലേനെ എല്ലാം പിടിച്ചിട്ട് അവിടെ വെച്ചിരിക്കലേ എണ്ണ. എന്ത് നമ്മൾ അല്ലാതെ ഇനിയിപ്പോൾ ഇറാനെയും കൂടിയും പിടിച്ചു കഴിഞ്ഞാൽ എണ്ണയും കൂടിയും കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുമോ വാങ്ങാൻ? നിർബന്ധിച്ച് പിടിപ്പിക്കാൻ നോക്കും. എൻ്റെ എണ്ണ എന്നെ വാങ്ങണം, അത് വില കൂടുതലാണ്, വാങ്ങിയേ പറ്റും എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ബലപ്രയോഗത്തിലൂടെ നോക്കണം, ശ്രമിക്കണം. അല്ലാതെ ഒന്നും നടക്കില്ല. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റഷ്യയും ചൈനയും വില കുറച്ച് വിൽക്കുകയാണ്. അതിനോട് മത്സരിക്കാൻ പറ്റുന്നില്ല. മറ്റേ മുതലാളിത്തത്തിനും, രണ്ടും മുതലാളിത്തം തന്നെയാണെന്ന് വെച്ചോളൂ. മുതലാളിത്തം തന്നെയാണ്, ചൈനയും മുതലാളിത്തത്തിൽ തന്നെയാണ് പോകുന്നത്. ഷെയർ മാർക്കറ്റ് എല്ലാം അവിടെയുണ്ട്. റഷ്യ അതെല്ലാം തന്നെയാണ് കാട്ടിക്കൂട്ടുന്നത്, വിലപേശലെല്ലാം തന്നെയാണ്. പക്ഷേ മറ്റവർ വില കൂട്ടി വിൽക്കുന്നു, ഇവർ കുറച്ച് വിൽക്കുന്നു. ഇതാണ് പ്രശ്നം, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഒരു വഴിയേ ഉള്ളൂ, ഇറാനിയൊന്നും പിടിച്ചിട്ട് കാര്യമില്ല, നേരെ റഷ്യനെ അടിച്ചോളൂ. എന്നിട്ട് റഷ്യൻ്റെ എണ്ണപ്പാടെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പ്രശ്നം തീർന്നു. ആ യുദ്ധമാണ് മഹാഭാരത യുദ്ധം. ഈ ലോകത്തിൽ രണ്ട് മുതലാളിയും വേണ്ട. ഒന്നുകിൽ അമേരിക്കയും നാറ്റോ രാഷ്ട്രങ്ങളുള്ള മുതലാളിത്ത രാഷ്ട്രം, അല്ലെങ്കിൽ ചൈന റഷ്യ പോലെയുള്ള മുതലാളിത്ത രാഷ്ട്രം. ഇതിലേത് വേണം? വില കുറഞ്ഞു വിൽക്കുന്ന മുതലാളിത്തം വേണോ, വില കൂട്ടി വിൽക്കുന്ന മുതലാളിത്തം വേണോ? ഇവര് തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, വാളെടുത്തവൻ വാളാൽ നശിക്കുമെന്ന്. വിലയുടെ അടിസ്ഥാനത്തിലുള്ള ഈ തർക്കം തന്നെ, ആ വില തന്നെയാണ് ലോകത്തെ യുദ്ധത്തിലേക്കും നാശത്തിലേക്കും എല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള പരിപാടിയൊന്നും ആയില്ല. നമ്മൾ പറഞ്ഞില്ല, വെനിസുലേൻ്റെ എണ്ണ എനിക്ക് ഇഷ്ടംമാതിരി എണ്ണയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റും പറയുന്നുണ്ട്, ആരും വിഷമിക്കൊന്നും വേണ്ട, ഇഷ്ടംമാതിരി എണ്ണ എൻ്റെ അടുത്തുണ്ട്, വാ എടുത്തോ. ആർക്ക് വേണം വില കൂടിയത്? ഇപ്പം എല്ലാവർക്കും വേണ്ടത്, നാറ്റോ രാഷ്ട്രത്തിന് പോലും വേണ്ടത് റഷ്യൻ്റെ എണ്ണയാണ് വേണ്ടത്. അല്ലാതെ അമേരിക്ക നീ അത് അടവെച്ചോ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇറാനെ പിടിച്ചത് കൊണ്ട് എന്താകാനാണ്? ഹോർമോസ് കടലിൽ എടുക്കുന്ന ഇഷ്ടംമാതിരി എണ്ണ ഒഴുകിയെന്നു വെച്ചാൽ പണ്ടത്തെ അവസ്ഥയാണ്. ഇറാനും സൗദി അറേബ്യ എല്ലാം വില കൂട്ടി വിൽക്കും, മറ്റവർ വില കുറച്ച് വിൽക്കും, റഷ്യയും ചൈനയും. ആ വിലക്ക് കിട്ടിയാൽ മാത്രമേ മുതലാളിത്തത്തിന് പിടിച്ചു വെക്കാൻ പറ്റൂ. കാരണം ചൈനക്ക് ചെറിയ വിലക്ക് ഇവിടുന്ന് റഷ്യ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഉൽപ്പാദിപ്പിക്കുന്നതിനും വില, സാധനങ്ങൾ ഐറ്റങ്ങൾക്ക് വില കുറവാണ്. പക്ഷേ ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ എണ്ണേൻ്റെ വിലയും വെച്ചിട്ട് എങ്ങനെ ഉണ്ടായാൽ മുതലാകും നോക്കുന്നു? പല ഘടകങ്ങളുണ്ട് അവിടെ വില കുറയുന്നതിന്. അതൊന്നും ഇപ്പുറം നടക്കുന്ന കാര്യമല്ല. അപ്പം ഇതിന് പരിഹാരമൊന്നുമില്ല. പരിഹാരം എന്തേ ഉള്ളൂ? ഈ സാമ്പത്തിക മാന്ദ്യം തന്നെയാണ് ഈ ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. അത് ഇറാൻ പിടിച്ചുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ഇവിടെ റഷ്യ നിലനിൽക്കണോ, റഷ്യ പക്ഷം നിലനിൽക്കണോ, അമേരിക്കൻ പക്ഷം നിൽക്കണോ, ഇതിൽ ഒന്ന് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതാണ് ഈ
മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാനം ഏതൊക്കെ ഒന്നേ അവശേഷിക്കുകയുള്ളൂ. കാലം അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് മഹാഭാരത ഗതി വെച്ചിരിക്കുന്നത്. അവസാനം ആ യുദ്ധം ഒന്നിലൊക്കെ അവസാനിക്കും. അപ്പോൾ അതിലെല്ലാവരും പങ്കെടുക്കുമ്പോൾ അങ്ങനെയാണ് പ്ലാനായിട്ട് പോയിരിക്കുന്നത്. അത് ആ പരമാത്മാവിൻ്റെ പ്ലാനാണ്. അത് ഗോളങ്ങളുടെ ചലനമനുസരിച്ചാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഓരോ ആളും ഏത് പക്ഷത്ത് നിൽക്കണമെന്ന് ആ ശക്തി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് വേദത്തിൻ്റെ അടിസ്ഥാന തത്വം. ആ ശക്തി തന്നെയാണ് ട്രംപായിട്ട് വന്നിരിക്കുന്നതും പുട്ടിനായിട്ട് വന്നിരിക്കുന്നതും. കാരണം എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പുട്ടിനെയും ആയിട്ട് വന്നതും ആ ശക്തിയാണ്, ട്രംപായിട്ട് വന്നിരിക്കുന്നതും ആ ശക്തിയാണ്. എന്നിട്ട് എങ്ങനെ പോകുമെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓരോ ആൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട് കഥരൂപത്തിൽ. അപ്പം ഈ സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കേരളത്തിൽ പ്രതിപക്ഷത്താരിക്കണം, ഭരണപക്ഷത്താരിക്കണം എന്നെല്ലാം ആ ശക്തി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ലോകത്തിലെ മുഴുവൻ സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ലോകക്രമത്തെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലാതെ ആര് ജയിക്കണം ആര് കേൾക്കണമെന്നും നമ്മൾ തീരുമാനിക്കുന്ന മാതിരിയല്ല. അതിനൊരു ലക്ഷ്യമുണ്ട്. നമ്മളൊരു കുരുക്ഷേത്രത്തിലാണുള്ളത്. ആ കുരുക്ഷേത്രത്തിൽ ഓരോ ആളും ഏത് റോൾ എടുക്കണം എന്ന് ആ ശക്തി തീരുമാനിച്ചിട്ടുണ്ട്. കുരുക്ഷേത്രത്തിലാണുള്ളത്. കുരുക്ഷേത്രത്തിൽ ആര് ഏത് പക്ഷത്തിരിക്കണം അത് സൂക്ഷ്മമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ എവിടെയാണ് പ്രതിപക്ഷത്ത് ആരാണ് ഇരിക്കേണ്ടത്, ഭരണപക്ഷത്ത് ആരാണ് ഇരിക്കേണ്ടത്? സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. കുരുക്ഷേത്രത്തിൽ ഓരോ പക്ഷത്തും ആര് ഏത് പക്ഷത്ത് ഏത് നിലനിൽക്കണം, അതിനനുസരിച്ച് ആ കാലശക്തി അവരെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇതിൻ്റെ എല്ലാം പിന്നിൽ നമുക്കൊരു കാര്യമായി ഒന്നുമില്ല. ആ ശക്തി തീരുമാനിക്കുന്ന അനുസരിച്ച് നമ്മൾ പോകുന്നു എന്നതിൽ കവിഞ്ഞ് ഞാനിത് പറയാൻ കാരണം, എല്ലായിരുന്നുവെങ്കിൽ ഇത്രയും ഒരു വലിയ ടൗൺഷിപ്പ് എല്ലാം ഉണ്ടാക്കി കൊടുത്താൽ വോട്ട് മറുപക്ഷത്തിന് എത്രയോ അതിനെക്കാട്ടി ഉള്ളതിനെക്കാട്ടി ഭൂരിപക്ഷം കിട്ടിയിരിക്കുകയാണ്. അപ്പം എന്താണ് കാലം ചെയ്തിരിക്കുന്നത്? ഭരണപക്ഷത്തിരിക്കേണ്ടവർ ഇവരാണ്, പ്രതിപക്ഷത്തിരിക്കേണ്ടവർ ഇവരാണ്. ഇവർക്കിനി കുറേ ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മം, ആ ശക്തി തീരുമാനിക്കുന്ന ധർമ്മം കുരുക്ഷേത്രത്തിലൂടെയാണ് ഇനി മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത്. അതുകൊണ്ട് ആര് ഈ തത്വം അറിയുന്നില്ലയോ അവർക്ക് വേദത്തിലൂടെ എന്ത് പ്രയോജനം നേടും? ഒന്നും നേടുന്നില്ല. വേദം പറയുന്ന ഈ ശാസ്ത്രരഹസ്യം, ഞാൻ ഇതുവരെ പറഞ്ഞ ശാസ്ത്രരഹസ്യം എന്താണ്? ഇതെല്ലാം ഒരു കളിയാണ്. ആ ശക്തി വിശേഷത്തിൻ്റെ ആ ശക്തി തന്നെയാണ് നമ്മളെല്ലാമായി മാറിയിരുന്നിട്ട് പല രൂപത്തിൽ പല സ്വഭാവത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട് ദ്വയമായി സൃഷ്ടിച്ചിട്ട് ഇത്തരത്തിലൂടെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. ആ സത്യം മനസ്സിലാക്കുന്നില്ലയോ അവന് വേദങ്ങളെ പഠിച്ചിട്ട് എന്ത് പ്രയോജനം? വേദത്തിൽ നിന്ന് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടാവും, സയൻസും ഉണ്ടല്ലോ. പക്ഷേ യഥാർത്ഥമായി ജ്ഞാനം നേടുമ്പോഴാണ് ഇതിൻ്റെ പിന്നിലുള്ള ആ സത്യം തെളിഞ്ഞു വരുന്നത്. എന്നാൽ യാതൊരുവൻ ഈ സത്യം ഗ്രഹിക്കുന്നുവോ അവൻ അവിടെ നിന്നും ഒരിക്കലും തിരിച്ചു പോകുന്നില്ല. ഈ സത്യം മനസ്സിലാക്കുന്നവര്, ബ്രഹ്മരഹസ്യം എല്ലാം ബ്രഹ്മമാണ്, ബ്രഹ്മത്തിൻ്റെ ഒരു മായാ കളിയാണിതത്രയം എന്ന് മനസ്സിലാക്കുന്നവർക്ക് പിന്നെ ഇത്തരത്തിലുള്ള ഈ കളികളിലൊന്നും വലിയ താല്പര്യമൊന്നും തോന്നില്ല. ആ ശക്തി ഇങ്ങനെ എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഒരിക്കൽ മാളിക മുകളിലേറിയ മന്നൻ്റെ ഒരുത്തനെ മാളിക മുകളിൽ നാളെ കയറ്റും, പിറ്റേത്തെ ദിവസം ഇറക്കുകയും ചെയ്യും. അവിടെ ധർമ്മത്തിനോ ശരിക്കോ തെറ്റുകൾക്കോ എന്ത് ഫലം കിട്ടണമെന്നും ഒന്നും ഒരർത്ഥവുമില്ല. അതെല്ലാം അതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്, നീ ആരിതെല്ലാം തീരുമാനിക്കുക, ഫലം ഇന്നതാണെന്ന്. ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ സന്ധ്യ വായിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ഞാൻ തട്ടിക്കളയെന്ന് പറഞ്ഞു. നീ ആരാ ഇത് തരിക? നീ പോയിട്ട് യുദ്ധം ചെയ്യും. തട്ടണോ തട്ടണ്ടേ, നിന്നെ തട്ടണോ എന്നുള്ളതല്ല, അത് തീരുമാനിച്ചോളൂ.
അവിടെ ധർമ്മം ഏതുമാകാം, അത് ആ ശക്തി തീരുമാനിക്കുന്നതാണ് ധർമ്മം. അത് തന്നെ വേദവ്യാസൻ അവസാനം പറഞ്ഞു വെച്ചിട്ടുണ്ട്. മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർ ജയിച്ചതുകൊണ്ടാണ് ധർമ്മം പാണ്ഡവരുടെ വശത്ത് എന്ന് പറഞ്ഞത്. കൗരവരായിരുന്നു ജയിച്ചിരുന്നെങ്കിൽ ലോകം പറയായിരുന്നു ധർമ്മം കൗരവരുടെ വശത്താണ്, പാണ്ഡവർ മുഴുവൻ കള്ളക്കളിയാണ് കളിച്ചതെന്ന് പറയായിരുന്നു. അപ്പം ആരാണോ കാലം എങ്ങോട്ടേക്കാണോ നയിക്കുന്നത് അവരുടെ വശത്താണ് ധർമ്മം. അല്ലാതെ നമ്മൾ ചെയ്യുന്ന വെച്ചിട്ട് അതുവരെ ഫലം കിട്ടണമെന്നൊന്നും ഒരു നേതാവും പ്രതീക്ഷിക്കേണ്ട, ഈ രാഗത്തിലുള്ള ഒരു രാഷ്ട്രീയക്കാരനും പ്രതീക്ഷിക്കേണ്ട, ഒരു അനുഭാവികളും പ്രതീക്ഷിക്കേണ്ടതില്ല. അവരെല്ലാം വെറും കരുക്കൾ മാത്രം, ആ കാലമാകുന്ന ശക്തിയുടെ കരുക്കൾ മാത്രം.